Hello guys, today we are going to discuss about a very interesting topic which comes under electromagnetism, and that topic is Faraday's laws of electromagnetic induction. So ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിസം? ഇറ്റ്സ് നത്തിങ് but it's a branch which deals with the relationship between electricity and magnetism. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ we can generate electric properties from magnetic properties and vice versa. ഇലക്ട്രിക് പ്രോപ്പർട്ടീസിന് നമ്മൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ജനറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക് പ്രോപ്പർട്ടീസും നമ്മൾക്ക് എന്ത് ചെയ്യാം? ജനറേറ്റ് ചെയ്യാം. So, Michael Faraday, ആരാണ് മൈക്കൽ ഫാരഡേ? ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. So, he conducted lot of experiments based on electromagnetism and electromagnetic induction, and he proposed two laws. They are known as Faraday's first law and Faraday's second law. So, let's check what is Faraday's first law. സോ നമ്മൾക്ക് ആദ്യം ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോ പഠിക്കുന്നത്? വാട്ട്സ് ദ ഇൻഫർമേഷൻ ദാറ്റ് വി ആർ അച്ചീവിങ് ഫ്രം ഫാരഡേസ് ഫസ്റ്റ് ലോ? ഫാരഡേയുടെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെ EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലൊക്കെ നിങ്ങൾ EMFനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു സർക്കുലേറ്റ് ആൻ ഇലക്ട്രോൺ വൺസ് ത്രൂ എ സർക്യൂട്ട്. അതാണ് EMFൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ ഈ EMF ഒരു സർക്യൂട്ടിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എന്നുള്ളതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത്. സോ ഈ ഫാരഡേയുടെ ഫസ്റ്റ് ലോ നമ്മൾക്ക് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടും ഫാരഡേയുടെ ഫസ്റ്റ് ലോ തന്നെ. രണ്ട് രീതിയിൽ ശ്രദ്ധിക്കുക, രണ്ട് രീതിയിൽ ഫാരഡേയുടെ ഫസ്റ്റ് ലോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിനാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു നോ ഹൗ വി ക്യാൻ ജനറേറ്റ് ഓർ വി ക്യാൻ പ്രൊഡ്യൂസ് ആൻ EMF. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് വേ നോക്കാം. Don't be confused, first way and second way of first law. ഓക്കെ, സെക്കൻഡ് ലോ ഇനി വേറെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വേ സെക്കൻഡ് വേ എന്നുള്ളത് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, സോ ഇത് ഫാരഡേയുടെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രണ്ട് രീതികളാണ്. സോ ആദ്യത്തെ രീതി നമ്മൾക്കൊന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ ഒരു കോയിൽ കാണാം. ഓക്കെ, ഈ കോയിലിലൂടെ ഞാനൊരു AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുകയാണെന്ന് കരുതുക. സോ വാട്ട് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അത് ആ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്, AC ആൻഡ് DC. ഓക്കെ, സിംഗിൾ ACയെ വീണ്ടും സിംഗിൾ ഫേസ് AC, ത്രീ ഫേസ് AC എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻ വൈഡായിട്ട് പോകുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് AC ആൻഡ് DC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഡയറക്റ്റ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ചേ ചെയ്യില്ല. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യില്ല ടൈം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ കോയിലിലൂടെ പാസ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? ഈ കോയിലിന് ചുറ്റും സഡൻലി ആൻ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ക്രിയേറ്റഡ്. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തി വിട്ട ഉടനെ തന്നെ ആ കോയിലിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ആ സമയത്ത് ഒരു EMF ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് ഫാരഡേ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഫാരഡേയുടെ
ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് ഞാൻ ഒന്നുകൂടി പറയാം. whenever there is a change in magnetic flux linked with a circuit and EMF is induced in it. അതായത് എപ്പോഴാണോ ഒരു സർക്യൂട്ടുമായി ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ സമയത്ത് ആ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആ കോയിലിൽ ഡെഫിനറ്റായിട്ട് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഒരിക്കൽ കൂടി പറയാം. whenever there is a change in magnetic flux, an alternating magnetic flux linked with a circuit, an EMF is induced in it. സോ ഇനി നമ്മൾക്ക് ഫാരഡേയുടെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഈ മെത്തേഡ് വഴി ഫാരഡേയുടെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും അത് കറക്റ്റാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് മാഗ്നറ്റിക് പോൾസ് കാണാം, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഓക്കെ, സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫ്രം നോർത്ത് ടു സൗത്ത്. ഇവിടെ എനിക്കൊരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടർ വെറും കണ്ടക്ടർ അല്ല, ഇത് റൊട്ടേറ്റിംഗ് കണ്ടക്ടറാണ്. അതായത് ഈ കണ്ടക്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കരുതുക. അപ്പോൾ ഫാരഡേ പറഞ്ഞു, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു കണ്ടക്ടർ കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഒരു EMF ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡ്. എന്താണ്? whenever a conductor cuts the magnetic field continuously, an EMF is induced in it. സോ ഫാരഡേയുടെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സും നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. സോ ഈ രണ്ട് മെത്തേഡിൽ ഏത് എഴുതി വെച്ച് കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ഇത് തുടക്കത്തിലെ ഈ രണ്ട് മെത്തേഡ് എന്തിനാണ് പഠിപ്പിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പോർഷനിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ വരുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ രണ്ട് മെത്തേഡും പഠിപ്പിച്ചതെന്ന്. ആക്ച്വലി ഈ രണ്ട് മെത്തേഡിലും ഉണ്ടാവുന്നത് EMF ആണ്. ബട്ട് ഈ കേസിൽ ഉണ്ടാകുന്ന EMFനെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും ഈ കേസിൽ ഉണ്ടാകുന്ന EMFനെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നുമാണ് നമ്മൾ പറയുന്നത്. ആ കേസ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ EMF എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഒരിക്കൽ കൂടി പറയാം. ഫാരഡേസ് ഫസ്റ്റ് ലോ can be explained in two ways. The first way is whenever there is a change in magnetic flux linked with a circuit, an EMF is induced in it. And the second way is whenever a conductor cuts the magnetic field continuously, an EMF is induced in it. So that's all about Faraday's first law. സോ ഫാരഡേയുടെ ഫസ്റ്റ് ലോ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. സോ ഇനി നമ്മൾ ഫാരഡേയുടെ സെക്കൻഡ് ലോയെക്കുറിച്ച് പഠിക്കാം. എന്തിനായിരുന്നു നമ്മൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ടു നോ ഹൗ ടു ജനറേറ്റ് EMF. സോ അതേപോലെ തന്നെ സെക്കൻഡ് ലോ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സി, നമ്മൾക്ക് EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് കൂടി പറയണം. സോ അങ്ങനെ ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാരഡേസ് സെക്കൻഡ് ലോ യൂസ് ചെയ്യുന്നത്. ഫാരഡേയുടെ ഫസ്റ്റ് ലോ നമ്മൾ രണ്ട് വേസിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ തന്നെ ഫാരഡേൻ്റെ സെക്കൻഡ് ലോയും നമ്മൾ രണ്ട് മെത്തേഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്നത് പോലെ ഒരു കോയിൽ വരച്ചിട്ടുണ്ട്. ഈ കോയിലിലൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് I പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N ആണ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N ആണ്. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. എന്ത് സംഭവിക്കും? ആൻ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് phi ഈസ് ക്രിയേറ്റഡ് അറൗണ്ട് ഇറ്റ്. ആസ് എ റിസൾട്ട് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഇത് നമ്മൾക്ക് ഫസ്റ്റ് ലോ പഠിച്ചിട്ടുള്ള ഐഡിയയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, സോ ഫാരഡേയുടെ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത് നോക്കാം. ഫാരഡേയുടെ സെക്കൻഡ് ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF. സോ ഫാരഡേയുടെ സെക്കൻഡ് ലോ പറഞ്ഞു the induced EMF, the magnitude of the induced EMF is directly proportional
to the rate of change of flux, that is d phi by dt. E directly proportional to d phi by dt. What is d phi? d phi എന്ന് പറയുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ്, അതായത് ഫൈനൽ ഫ്ലക്സ് മൈനസ് ഇനീഷ്യൽ ഫ്ലക്സ്. ഓക്കെ, സോ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ നമ്മൾ ഫിസിക്സിൽ ഏത് സമയം വന്നു കഴിഞ്ഞാലും നമ്മൾ ഉടനെ തന്നെ അതിനെ റിമൂവ് ചെയ്യും വിത്ത് ആൻ ഈക്വൽ സൈൻ ആൻഡ് എ കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് n, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ്. സോ E ഈസ് ഈക്വൽ ടു n d phi by dt. സോ വേർ n ഈസ് നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ഇനി സെക്കൻഡ് വേ എന്താണ് എന്ന് നോക്കാം. സോ ഫാരഡേയുടെ സെക്കൻഡ് ലോ പറഞ്ഞു, magnitude of the induced EMF is also directly proportional to the rate of change of current. So d phi by dt പോലെ തന്നെ magnitude of induced EMF എന്തിനുകൂടി ഈക്വൽ ആണ്, ഈക്വൽ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് di by dt. So E directly proportional to di by dt, that means rate of change of current. Okay, so ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് L. എൽ എന്ന് പറയുകയാണെങ്കിൽ ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ. എന്താണ് ഇൻഡക്റ്റൻസ് എന്നുള്ളത് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള 7th ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ സമയത്ത് കൂടുതൽ പഠിക്കുക. സോ ഇപ്പോൾ നിങ്ങൾ ഇൻഡക്റ്റൻസ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറിയാണ്, HENRY, ഹെൻറി. ഓക്കെ, so Faraday's second law can be expressed in two ways. The first way is the magnitude of the induced EMF is directly proportional to the rate of change of flux. That time we will use a constant n, number of turns, and also the magnitude of the induced EMF is directly proportional to the rate of change of current, E directly proportional to di by dt. That time we will use a constant L, which is known as inductance. Okay, so ini ഈ രണ്ട് ലോയുടെ കൂടെ ഒരു ലോ കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. ദാറ്റ് ഈസ് ലെൻസസ് ലോ. എന്താണ് ഈ ലെൻസസ് ലോ? ലെൻസസ് ലോ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റിവീൽസ് ദ നാച്ചർ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF. നാച്ചർ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF, അതായത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ സ്വഭാവ സവിശേഷത. കുറച്ച് വളരെ തമാശയായിട്ട് പറയുകയാണെങ്കിൽ വളരെ വൃത്തികെട്ട സ്വഭാവമാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ. കാരണം ആരാണോ ഇൻഡ്യൂസ്ഡ് EMFനെ ഉണ്ടാവാൻ സഹായിച്ചത് അവരെ കണ്ണുപൂട്ടി എതിർക്കലാണ് ആരുടെ ജോലി? ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ജോലി. ഇങ്ങനെയൊന്നും എക്സാമിന് എഴുതി വെക്കരുത് കേട്ടോ, കണ്ണുപൂട്ടി എതിർക്കുക എന്നുള്ളത്. സോ യു ജസ്റ്റ് സേ ലെൻസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ നാച്ചർ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് വിച്ച് ഓൾവേസ് ഓപ്പോസസ് ദി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അതാണ് ലെൻസസ് ലോ പറയുന്നത്. ഇത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളുടെ ഫാരഡേയുടെ സെക്കൻഡ് ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനിൽ ഇതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സിമ്പിൾ നമ്മൾ ചേർക്കും. ഈ -n d phi by dt എന്നുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഇറ്റ്സ് നത്തിങ്, ഇറ്റ് റിവീൽസ് ദ നാച്ചർ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. മീൻസ് ഇറ്റ് ഓൾവേസ് ഓപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അതേപോലെ തന്നെ E ഈസ് ഈക്വൽ ടു L di by dt എന്നുള്ള ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു നെഗറ്റീവ് സിമ്പിൾ നിങ്ങൾക്ക് ചേർക്കാം. സോ നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും എന്താണ് അതിന് പിന്നിലുള്ള കോൺസെപ്റ്റ് എന്നും. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ ചാനൽ. ഇത് MDIT എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് +1 ആൻഡ് +2 ഫിസിക്സ് സംബന്ധിച്ചുള്ള ഏതൊരു ക്വസ്റ്റ്യനും ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡൗട്ട്സും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി വി വിൽ മേക്ക് വീഡിയോസ് ബേസ്ഡ് ഓൺ ദാറ്റ്. സോ ഇനി നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ, ദിസ് ഈസ് ശ്രീലാൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ട്രിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ് MDIT, signing off.